ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രൈഡ് റൈസ് ആണ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. 1 കപ്പ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതുകൊണ്ട് ഏകദേശം 3 പേർക്ക് സെർവ് ചെയ്യാവുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഈ റൈസ് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം കൂടിയാലും പ്രശ്നമൊന്നുമില്ല, നമ്മളത് ഊറ്റിയെടുക്കുന്നതാണ്. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി, വെളിച്ചെണ്ണ ചേർക്കണ്ട. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുതിർക്കാൻ വെച്ചിട്ടുള്ള അരിയിലെ വെള്ളം ചെറുതായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അരി നന്നായിട്ട് തിളയ്ക്കുന്നവരെ തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നീട് തിള വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്യണം. അരി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വയ്ക്കുമ്പോൾ അരിയിലെ വെള്ളം ചിലപ്പോൾ തിളച്ച് പുറത്തേക്ക് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂടിക ചെറുതായിട്ടൊന്ന് നീക്കി വയ്ക്കുക. 4 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ വേവ് ഒന്ന് നോക്കാം. ഇതൊരു 80% വേവായിട്ടുണ്ട്. ഇത്രയും വേവ് മതി, ഫുൾ വേവാൻ നിൽക്കണ്ട. നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതിനൊന്ന് ഊറ്റാൻ വയ്ക്കാം. ഊറ്റി വയ്ക്കുമ്പോൾ അധികം നേരം ഊറ്റി വയ്ക്കരുത്, 1 മിനിറ്റ് വെച്ചാൽ മതി. ശേഷം ഈ റൈസിനെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 പാത്രത്തിൽ നിരത്തി വെച്ചേക്കാണ്. ഇതിനൊരു ഫാനിൻ്റെ താഴെ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി, നന്നായിട്ട് ചൂടാറി കിട്ടും. ഇനിയെല്ലാം നമ്മൾ ചെയ്യുന്നത് തീ ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ്. പാൻ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് കളർ മാറുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെരിച്ചാണ് അരിഞ്ഞേക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്, 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞത്, 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത്. ഞാനിവിടെ യെല്ലോ ആണ് എടുത്തേക്കുന്നത്, നിങ്ങളുടെ ഗ്രീൻ ആയാൽ അത് മതി. പിന്നെ ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷൻ അരിഞ്ഞത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സോയാ സോസൊക്കെ ചേർക്കുന്നതാണ്. സോയാ സോസിലും കുറച്ച് ഉപ്പൊക്കെ തന്നെയാണ്. അരിയുന്ന വെജിറ്റബിളൊക്കെ വളരെ കനം കുറച്ച് വേണം അരിയാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം നമുക്ക് ചൂടാറാൻ വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. റൈസ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വളരെ സൂക്ഷിച്ച് റൈസ് പൊടിയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് റൈസ് ഏകദേശം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. എഗ് ഫ്രൈഡ് റൈസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 എഗ്ഗ് എടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇതിൽ ചേർത്ത എഗ് ഫ്രൈഡ് റൈസായി. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ ചെറുതാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ചിക്കൻ ഫ്രൈഡ് റൈസായി. ഇതിനെ സ്പൈസി ആക്കണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഞാനിന്നിവിടെ ഫ്രൈഡ് റൈസ് സെർവ് ചെയ്യുന്നത് ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ കൂടെയാണ്. നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.